ഗുഡ് മോർണിംഗ് എവരിയും പ്രൈസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ യേശുവിൻ്റെ ഇമേജിലാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നമ്മൾ സൃഷ്ടിച്ചിരുന്നത്. പക്ഷേ പിശാച്, നമ്മുടെ ശത്രു, നമ്മുടെ ഗാർഡൻ ഓഫ് ഈഡനിൽ വെച്ച് ആടത്തിനെ ഈവിനെ പറ്റിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായിരുന്നതെല്ലാം നമ്മളിൽ നിന്ന് അവൻ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് കളഞ്ഞു, അല്ലേ? നേക്കഡാക്കി നമ്മളെ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകലത്തിൽ നിൽക്കുന്ന വ്യക്തികളാക്കി മാറ്റി. ജീവനുണ്ടായിരുന്ന നമ്മൾക്ക് ജീവൻ ഇല്ലാതാക്കി മാറ്റി. ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞവൻ, അല്ലെ? ഗാർഡൻ ഓഫ് ഈഡനിൽ നിന്ന് ദൈവം തന്നെ നമ്മളെ പുറത്താക്കുകയും ചെയ്തു. ദൈവം എങ്ങനെ ആയിരിക്കണം നമ്മളെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു അവത്തിൽ നിന്ന് ഒരുപാട് വീണുപോയ വ്യക്തികളായിപ്പോയി നമ്മൾ, അല്ലെ? പക്ഷേ ദൈവത്തിന്റെ കൃപ അതൊരിക്കൽ പോലും തീർന്നു പോവാത്തതായതുകൊണ്ട് മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് യേശുക്രിസ്തു വരികയും നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരിച്ചു തരുകയും ചെയ്തിരിക്കുക. നമ്മൾക്കൊരു കാലത്ത് നഷ്ടപ്പെട്ടു പോയ ഇൻഹെറിറ്റൻസ്, നമ്മുടെ അവകാശത്തെ തിരിച്ചു തന്നിരിക്കുക യേശുക്രിസ്തു. യേശുക്രിസ്തു ആണ് തീരുമാനിക്കുന്നത് എന്ത് ഇൻഹെറിറ്റൻസ് നമുക്ക് കിട്ടുമെന്നുള്ളത്, പിശാചല്ല. ഇനി പിശാചിന് ഒരു അവകാശവുമില്ല നമ്മുടെ പുറത്ത്, അല്ലെ? അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക. ഈ ജീവിതം ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നമ്മൾക്കുള്ള അവകാശവും അവൻ തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ്. അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കും. കർത്താവ് സമയത്തായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനായിട്ട് കർത്താവ് ലോർഡ് ഫാദർ ഗോഡ്, അങ്ങയുടെ കൃപയ്ക്കായിട്ട്, അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് ലോർഡ് ഫാദർ. വചനം ഞങ്ങളുടെ ജീവിതത്തിന്റെ വെളിച്ചമാണ്, ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതീക്ഷയെ കർത്താവേ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. പ്രേസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. വചനം സംസാരിക്കുന്ന അങ്ങേനെ പറ്റിയാണ്. ഹല്ലേലൂയ ഫാദർ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. ഇന്ന് ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങളുടെ വചനം വഴി. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്തതിനായിട്ട് നന്ദി പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിനായിട്ട് ഉയർത്തെഴുന്നേറ്റതിനായിട്ട് യേശുവിന്റെ നാമത്തിനാമേ. താങ്ക് യു സോ മച്ച് മാസ്റ്റർ. നന്ദി പറഞ്ഞു യേശുവിന്റെ നാമത്തിനാമേ. Holy Spirit God, our Father, thank you so much. Jesus my King, thank you so much. യേശുവിന്റെ നാമത്തിനാമേ. നമുക്ക് 47-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് പോകാം. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 47-ാമത്തെ സങ്കീർത്തനത്തിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവിൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. അവൻ ജാതികളെ നമ്മുടെ കീഴിലും വംശങ്ങളെ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്തു തന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അപ്പൊ ഇത് സൺസ് ഓഫ് കോറയുടെ മക്കൾ എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ യഹോവ ഭയങ്കരൻ, സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. നമ്മളുടെ ദൈവം സാധാരണക്കാരനായ ഒരു ദൈവമല്ല. നമ്മളുടെയൊക്കെ ചുറ്റും ഒരുപാട് ദൈവങ്ങളെ പറ്റി നമ്മൾ കേട്ടിരിക്കുക, അല്ലെ? കല്ലുകൊണ്ടുണ്ടാക്കിയത്, മരം കൊണ്ടുണ്ടാക്കിയത്, നടക്കാനും ഇരിക്കാനും വയ്യ, ചിന്തിക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യാത്ത തരത്തിലുള്ളതിനെ ദൈവങ്ങളാക്കി വെച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മളിൽ പലർക്കും. പക്ഷെ യഹോവ അങ്ങനെയുള്ളവനല്ല. യാഹ്വേ, അല്ലെ? അതേ യാഹ്വേ തന്നെയാണ് ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോ യശ്വ, അല്ലെ, ജീസസ് ക്രൈസ്റ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ദൈവമാണ് നമ്മുടെ സാൽവേഷൻ എന്നാണ് യശ്വ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോ ഭയങ്കരനായ ദൈവമാണ് അവൻ സർവ്വഭൂമിയുടെ മഹാരാജാവാകുന്നു, അല്ലെ? ജാതികളുടെ നമ്മളുടെ കീഴിലും വംശങ്ങൾ നമ്മുടെ കാൽക്കീഴിലും ആക്കുന്നു. അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തരുന്നു. താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അപ്പൊ ഇവിടെ ഓൾഡ് ടെസ്റ്റ്മെന്റില് നമുക്കറിയാം ഒരു ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞ ദൈവം അവർക്ക് കൊടുത്തിരുന്നത് ഭൂമിയാണെങ്കിൽ. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇപ്പൊ അതിലേക്ക് വരുമ്പോ പറയട്ടെ. അപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോഴേക്കും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, പുതിയ കവനന്റ്, ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ്മെന്റ് പറഞ്ഞതിനേക്കാൾ നല്ല പുതിയ കവനന്റിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഇൻഹെറിറ്റൻസ് ഒരു വ്യക്തിയാണ്, അല്ലെ? ആ വ്യക്തിയുടെ പേരാണ് യേശുക്രിസ്തു. അപ്പൊ ദൈവം തന്നെയാണ് നമ്മുടെ ഇൻഹെറിറ്റൻസ്. ആക്ച്വലി അത് തന്നെയായിരുന്നു ദൈവത്തിന്റെ പദ്ധതി, അല്ലെ? നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നമ്മുടെ ഇൻഹെറിറ്റൻസ് എന്താ പറഞ്ഞ ദൈവം തന്നെയായിരുന്നു. നമ്മൾ വീണു പോയവരാണ്, അല്ലെ? നമ്മൾ വീണു പോയവരാണ്. അപ്പൊ നേരത്തെ ഞാൻ പറയാൻ വന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഓൾഡ് ടെസ്റ്റ്മെന്റില് എന്താ പറഞ്ഞ ഭൂമിയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ വാക്ക് പറഞ്ഞിരിക്കുക, താൻ സ്നേഹിച്ച യാക്കോബിന്റെ ശ്ലാഘ്യ ഭൂമിയെ തന്നെ. അപ്പൊ യാക്കോബിന് അവകാശമായിട്ട് കൊടുത്തിരിക്കുന്ന ശ്ലാഘ്യ ഭൂമി എന്ന് വെച്ചാൽ പ്രോമിസ്ഡ് ലാൻഡ്
അല്ലെങ്കിൽ എബ്രഹാമിന് അവകാശമായി കൊടുത്തിരുന്ന പ്രോമിസ് ലാൻഡ് അതുകൊണ്ടൊന്ന് തൃപ്തിപ്പെടാൻ, സാറ്റിസ്ഫൈഡ് ആകാൻ എബ്രഹാം ഒന്നും കരുതിയില്ല അല്ലെ? അവർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവര് ടെന്റിൽ താമസിച്ചിരുന്നത്. അവർക്കിവിടെ ബംഗ്ലാവ് കെട്ടാമായിരുന്നു. കനാനില് ബംഗ്ലാവ് കെട്ടി താമസിക്കാമെന്ന്. പക്ഷെ എന്നാലും നോ. അവർക്ക് കാര്യം അറിയായിരുന്നു. കാരണം അതൊന്നും അല്ല. ഒരു ലാൻഡ് കൊടുത്തു അവർക്ക് ജീവിക്കാൻ. അവർക്ക് ഒരു നേഷനായിട്ട് ജീവിക്കാൻ ലാൻഡ് കൊടുത്തു. അതൊക്കെ കറക്റ്റ് തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആ ലാൻഡൊന്നും അല്ല ദൈവം കണക്ക് കൂട്ടിയിരുന്നത് എന്നുള്ള കാര്യം അവർക്കറിയാമായിരുന്നു. അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ ആണ് അവർക്ക് കിട്ടിയിരുന്ന ഭൂമിയിൽ അവര് ടെന്റ് അടിച്ച് താമസിച്ചുകൊണ്ടിരുന്നത്. കൂടാരം കെട്ടി താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചറിയാൻ വേണ്ടി വന്നവനാണ് യേശുക്രിസ്തു. ലോകത്ത് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് അവസാനമാണ് മനുഷ്യവർഗത്തെ ദൈവം സൃഷ്ടിക്കുന്നത്. പക്ഷേ പിശാചിന്റെ ഇടപെടൽ കൊണ്ട് അല്ലെ നമ്മൾക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയ വ്യക്തികളായിരുന്നു നമ്മൾ. സകലം നഷ്ടപ്പെട്ടു പോയ വ്യക്തികളായിരുന്നു. ദൈവമായിട്ടുള്ള അടുപ്പം ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് നഷ്ടം വന്നത് ദൈവമായിട്ടുള്ള അടുപ്പമായിരുന്നു അല്ലെ? നമ്മൾ പാപത്തിന്റെ ഇരകളായി തീർന്നു. പാപം ദൈവത്തിൽ നിന്ന് നമ്മൾ അകറ്റുമെങ്കിൽ നമ്മൾ അകന്നു പോയ വ്യക്തികളായിരുന്നു അല്ലെ? നമ്മളുടെ ആത്മാവ് മരിച്ച സ്പിരിറ്റ് ആയിരുന്നു. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോയ വ്യക്തികളെ ദൈവത്തോട് അനുസരണ കാണിക്കാത്ത വ്യക്തികളെ ദൈവത്തിന് പിന്നെ ഈഡൻ അല്ലെ ഏദൻ തോട്ടത്തിൽ വെച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ലാതിരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നമ്മള് എന്താ പറയുക കാലാകാലങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ എന്താ പറയുക ആ ജീവവൃക്ഷത്തിൽ നിന്നെങ്കിലും പറിച്ചു തിന്ന് പിന്നെ നമ്മൾ കാലാകാലം ജീവിച്ചിരിക്കും ഈ ഫോളൻ സ്റ്റേറ്റിൽ നിന്ന് ഓർത്തിട്ട് ദൈവം നമ്മളെ അവിടുന്ന് പുറത്താക്കുന്നു അല്ലെ? പുറത്താക്കുന്നു. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. പാപം കൊണ്ടുവന്നത് വഴി സൈറ്റൻ നമുക്കുള്ളതിനെ എല്ലാം നഷ്ടപ്പെടുത്തി കളഞ്ഞു. മനുഷ്യവർഗത്തിന് ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. അവർക്കുണ്ടായിരുന്ന അവരുടെ അവകാശം, ദൈവമെന്ന അവകാശത്തെ അല്ലെ? നല്ലൊരു ജീവിതത്തെ, ദൈവത്തിന്റെ കൂടെയുള്ള ജീവിതത്തെ അങ്ങനെ എല്ലാത്തിനെയും നമുക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞ ശേഷം അവൻ ഇന്ന് കണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇച്ചിരി ഉള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും കൂടെ നശിപ്പിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ എന്നേക്കുമായിട്ട് നശിപ്പിക്കുക എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് എന്ന് പറഞ്ഞത്. പക്ഷെ ദൈവം അങ്ങനെയല്ല അല്ലെ? ദൈവം ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. കറക്റ്റാണ്, ഞാൻ സൃഷ്ടിച്ച എന്റെ സൃഷ്ടി വീണു പോയത് ഉറപ്പാണ്. പക്ഷെ എന്നാലും ഞാൻ അതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുന്നു. അല്ല, ഞാൻ എന്റെ പുത്രനെ ലോകത്തിലേക്ക് വിടുന്നു. മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ മരണം വഴി അവർക്ക് നഷ്ടപ്പെട്ടു പോയ എന്താണോ യേശുവിൽ വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും തിരിച്ചു കൊടുത്തിരിക്കുന്നത്. യേശുവാണ് നമ്മളുടെ അവകാശം അല്ലെ? യേശുവാണ് നമ്മുടെ അവകാശം. അവനിലാണ് എല്ലാം ഉള്ളത്. അവനിലാണ് എല്ലാം ഉള്ളത്. കൊളോസ്യർക്കെതിരെ 1 ചാപ്റ്റർ അങ്ങനെ പറഞ്ഞേക്കുക എല്ലാം യേശുവിൽ അടങ്ങിയിരിക്കുന്നു അല്ലെ? നമ്മളും ഇന്ന് യേശുവിലായിരിക്കുന്നു അല്ലെ? അപ്പൊ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 1 ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഹി കെയിം ടു ഹിസ് ഓൺ അല്ലെ? അവന്റെ ആളുകളുടെ ഇടയിലേക്ക്, അവന്റെ സൃഷ്ടിയിലേക്ക് വന്നു. പക്ഷെ പലരും അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ അക്സെപ്റ്റ് ചെയ്തവർക്കെല്ലാം, റിസീവ് ചെയ്തവർക്കെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാകാനുള്ള പവർ കൊടുത്തിരിക്കുന്നതാണ്. ചില വേർഷൻസിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിലേക്ക് പോകുമ്പോൾ KJV പോലുള്ള കിങ് ജെയിംസ് വേർഷനിലേക്ക് പറഞ്ഞിരിക്കുന്ന പുത്രന്മാരാകുള്ള അല്ലെങ്കിൽ എന്താ പറയുക മക്കളാകാനുള്ള പവർ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ? പവർ ഇല്ലാത്ത വ്യക്തികളായിരുന്നു, ശക്തി ഇല്ലാത്ത വ്യക്തിയായിരുന്നു, ശക്തി നഷ്ടപ്പെട്ടു പോയിരുന്ന വ്യക്തികളായിരുന്നു നമ്മൾ അല്ലെ? ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്ന വ്യക്തികളായിരുന്നു നമ്മൾ. പക്ഷെ അവിടെ നിന്ന് അല്ലെ നമ്മൾക്ക് പവർ തന്നിരിക്കുകയാണ്. എന്താ പറയുക, ദൈവത്തിന്റെ മക്കളാകുന്നതിന്, ദൈവത്തിന്റെ പുത്രന്മാരാകുന്നതിന് വേണ്ടിയുള്ള പവർ ദൈവം യേശുവിൽ നമുക്ക് തരുക തന്നെ ചെയ്തു. അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എല്ലാം, ഗ്ലോറിയും ജീവിതവും ദൈവമായിട്ടുള്ള അടുപ്പവും എല്ലാം യേശുക്രിസ്തുവിൽ നമ്മൾക്ക് തന്നിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4ാമത്തെ വാക്ക്, അവൻ നമുക്ക് നമ്മുടെ അവകാശത്തെ തിരഞ്ഞെടുത്ത് തന്നു. അപ്പൊ നമ്മുടെ അവകാശത്തെ, നമുക്ക് നഷ്ടപ്പെട്ടു പോയിരുന്ന അവകാശത്തെ അവൻ തിരഞ്ഞെടുത്ത് തരുക തന്നെ ചെയ്തു അല്ലെ? കോറയുടെ മക്കൾക്ക് കാര്യം അറിയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോറ ദത്തനും അഭിരാമും ഒക്കെ ആയിട്ട് മോസസിന് എതിരായിട്ട് വന്നിട്ട് ദൈവത്തിന്റെ കോപത്തിന്റെ പാത്രമായി തീർന്നു. അവസാനം ദൈവം അവരെ ഭൂമി പിളർത്ത് എന്താ പറയാ ഭൂമിയിലേക്ക് ഇറക്കി കൊന്നു അല്ലെ? അപ്പൊ ഭൂമി അതിന്റെ വാ തുറന്നിട്ട് അത് അവരെ വിഴുങ്ങി കൊന്നു. പക്ഷേ ദൈവം ഈ കോറയുടെ മക്കളോട് കരുണ കാണിച്ചു അല്ലെ? അവരെ കൊന്നില്ല.
അപ്പം കോറയുടെ മക്കൾക്ക് തന്നെയാണ് ഞങ്ങളുടെ അവകാശം, അല്ല നമ്മളുടെ അവകാശത്തെ ദൈവം തന്നെ തെരഞ്ഞെടുത്ത് തന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് പറയുമ്പോൾ കോറയുടെ മക്കൾ കൃത്യമായിട്ടുള്ള കാര്യം അറിയാം, അല്ലെ? കോറയോടൊപ്പം തന്നെ മക്കൾ നശിച്ചു പോകണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അങ്ങനെയല്ല, ഞാൻ നിങ്ങളെ നശിപ്പിക്കത്തില്ല എന്നുള്ളൊരു ഒരു ദൈവത്തിന്റെ ഒരു കൃപയും ഒരു വാഗ്ദത്വവും, അല്ലെ? അവരെ തേടിയെത്തിയപ്പോൾ അവര് ദൈവത്തിനുള്ള സങ്കീർത്തനം എഴുതാൻ മാത്രം ദൈവം ഒരു ഉയർത്തി, അല്ലെ? അവർക്കൊരു ഇൻഹെറിറ്റൻസ് ദൈവത്തിൽ തന്നെ കൊടുത്തിരിക്കും. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ കാര്യം, അല്ലെ? നമ്മൾ വീണു പോയ വ്യക്തികളെ വീണ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഉയർത്തിക്കൊണ്ട് വന്ന് നമുക്കൊരു ഇൻഹെറിറ്റൻസ് തന്നവരാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് എന്താണ് നമ്മളുടെ ഇൻഹെറിറ്റൻസ് എന്ന്, നമ്മുടെ അവകാശം എന്താണെന്ന് ദൈവം തമ്പുരാനാണ് തീരുമാനിക്കുന്നത്, അല്ലെ? നമുക്കറിയാം, എന്താ പറയുക, റോമക്കെതിലേക്ക് 6-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മള് യേശുക്രിസ്തു വിശ്വസിച്ചിട്ട് നമ്മൾ സ്നാനം വെക്കും, യേശുവിന്റെ മരണത്തിലേക്ക് സ്നാനം വെക്കുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് സ്നാനത്തിന് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നു. അപ്പൊ പഴയതല്ല പുതിയതാ. അപ്പൊ പുതിയതെന്ന് പറയുമ്പോൾ പഴയത് നമ്മൾ ആടത്തിന്റെ DNA ആണെന്നെങ്കിൽ പുതിയത് യേശുക്രിസ്തുവിന്റെ DNA അല്ലെ? സ്പിരിറ്റ് സൃഷ്ടിക്കുന്ന സ്പിരിറ്റ് ആണ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ DNA നമ്മൾ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞേക്ക് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത് നമുക്ക് സ്വർഗത്തിന്റെ രാജ്യം കാണാൻ പോലും പറ്റത്തില്ല, അല്ല? വീണ്ടും ജന്മം പ്രാപിക്കണം എങ്ങനെ? സ്പിരിറ്റ് കൊണ്ടും വെള്ളം കൊണ്ടും വെള്ളം കൊണ്ട് സ്പിരിറ്റ് കൊണ്ട് നമ്മൾ ജനിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ നമുക്ക് സ്വർഗത്തിന്റെ രാജ്യത്തെ എൻട്രി ചെയ്യുമ്പോൾ സാധിക്കത്തില്ല. കാരണം വെച്ചാൽ അതൊരു പുതിയ ലൈഫാണ്, പുതിയ DNA ആണ്, പുതിയ എന്താ പറയുക കാര്യങ്ങളാണ്. പഴയത് കൊണ്ട് നമുക്ക് ഈ പുതിയതിലേക്ക് വരാൻ സാധിക്കത്തില്ല, അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ ഇന്ന് നമ്മൾ പുതിയതാണെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് ഇൻഹെറിറ്റൻസ് തന്നിരിക്കുന്നു, നമുക്ക് അവകാശങ്ങൾ തന്നിരിക്കുന്നു, അല്ലെ? അപ്പൊ പഴയ രീതിയിലുള്ള അവകാശങ്ങളല്ല, പുതിയ അവകാശമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അവൻ തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ് നമുക്ക് ഉള്ള അവകാശമായിട്ട് ഇരിക്കുന്നത്. നമ്മളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്, അല്ലെ? അപ്പൊ നമുക്ക് ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക്, ലീവൈറ്റ്സിന് അവകാശം ദൈവം തന്നെയായിരുന്നു. അപ്പൊ നമ്മളെ റോയൽ പ്രീസ്റ്റ്ഹുഡ് ഹോളി നേഷനും ആക്കി തീർത്തിരിക്കുന്ന നമ്മുടെ അവകാശം ദൈവം തന്നെയാണ്. അപ്പൊ ദൈവം നമ്മളുടെ അവകാശം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ, അല്ലെ? അപ്പൊ ദൈവത്തെ നമ്മൾ വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്ന ഗലാത്യർക്ക് ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 26, 27, 28 വാക്യം അങ്ങനെയാ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മുടെ ഉള്ളിന്റെ ഉള്ളില് യേശു വിശ്വാസം കൊണ്ട് ജീവിക്കുന്നു. അപ്പൊ നമ്മള് യേശു ക്രിസ്തുവിന് വസ്ത്രം പോലെ ധരിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പുറമേയും അകമേയും ജീസസ് ക്രൈസ്റ്റ് ആണ് നമ്മുടെ എല്ലാം, അല്ലെ? യേശുവിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോ യേശു ക്രിസ്തു രക്ഷനെ സ്നേഹിച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്ന വ്യക്തികളെ പറ്റിയല്ല പറയുന്നത്, യേശു ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കൊരു പുതിയ ലൈഫാണ്, നമുക്കൊരു പുതിയ DNA ആണ്. അപ്പൊ ഇന്നത്തെ ഈ ലോകത്ത് സൈറ്റൻ കൊണ്ടുവരുന്ന പ്രോബ്ലങ്ങളോ അങ്ങനെ കാര്യങ്ങളോ നമ്മളുടെ പാർട്ടായിട്ട് നിൽക്കുന്നില്ല. ദൈവം നമ്മൾക്കുള്ള അവകാശം ഓൾറെഡി നമുക്ക് ചൂസ് ചെയ്തിരിക്കുന്നു. ദൈവത്തിലാണ് ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം, അല്ലെ? അങ്ങനെയാകുമ്പോ എങ്ങനെയാണ് ഈ ലോകത്തിന്റെ കഷ്ടപ്പാടുകൾ, അല്ലെ? പിശാചിന് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുള്ളത്? എന്തുകൊണ്ടാണ് പിന്നെയും നമ്മുടെ ജീവിതത്തിൽ പലരുടെയും ജീവിതത്തിൽ സമാധാനം ഇല്ലാതാകി വരുന്നത്? അപ്പൊ അതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, കഷ്ടപ്പാടിലേക്ക് സമാധാനം ഇല്ലാതിരിക്കുക എന്നുള്ള കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിന്റെ അറിവ് കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും, അല്ലെ? അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. 2-ാമത്തെ പത്രോസ് 1-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ വാക്കിനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ലോകത്തിലും ദൈവികതയ്ക്കും വേണ്ടിയുള്ള എന്താ പറയുക എല്ലാം ദൈവം തന്നിരിക്കുന്നു, അല്ലെ? ആ വാക്കൊന്ന് വായിക്കുവാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുക. 2-ാമത്തെ പത്രോസിന്റെ 1-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ വാക്ക്, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടതും ഒക്കെ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ നമുക്ക് അവന്റെ എന്താ പറയുക ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം എന്താ പറയുക ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുവായിരുന്നു. നമുക്കെല്ലാം തന്നിരിക്കുക. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഭക്തിയോടുകൂടി ജീവിക്കുന്നതുകൊണ്ട് ദൈവത്തിലായിരിക്കുന്നതിന് വേണ്ടി നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടി സകലതും തന്നിരിക്കുക, അല്ലെ? ഇനി നമുക്ക് എങ്ങനെ കിട്ടുന്നു വെച്ച് കഴിഞ്ഞാൽ 3-ാമത്തെ വാക്ക് ഒന്നുകൂടെ പറയുവാണെങ്കിൽ, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അപ്പൊ നമുക്ക് അതെങ്ങനെ നമുക്ക് കിട്ടും, നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ അത് നമുക്ക് ദൈവം നമ്മളെ പറ്റി തീരുമാനിച്ചിരിക്കുന്ന ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ദൈവത്തിനെ പറ്റിയുള്ള അറിവിന് പരിജ്ഞാനം കൊത്തില്ല, അല്ലെ? അപ്പൊ ദൈവം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, പരിജ്ഞാനമില്ലാതെ എന്റെ മക്കൾ നശിച്ചു പോകുന്നു എന്നുള്ള
കാര്യം ദൈവം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പരിജ്ഞാനം ഉള്ളവരായിരിക്കും അല്ലെ. അപ്പൊ നമുക്കൊരു ജോണിന്റെ 17ാമത്തെ ചാപ്റ്റർ ഇങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞാൽ നോളജ് ആണ് അല്ലെ. എന്താ പറയുക, യേശുക്രിസ്തുവിനെയും അറിയുകയും പിതാവായ ഏകദൈവമായ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് മാത്രമാണ് നോളജ് അല്ലെ. എന്താ പറയുക, ഇറ്റേണൽ ലൈഫ് എന്നാ പറഞ്ഞിരിക്കുന്നത്. 17ാമത്തെ ചാപ്റ്ററിന്റെ 3ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെ അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. അപ്പൊ അറിവാണ് നിത്യജീവൻ എന്നുള്ളത് അല്ലെ. നമ്മൾക്ക് നിത്യജീവൻ എന്നുള്ളത് ദൈവത്തിന്റെ പ്രസൻസ് ഉള്ള നമ്മുടെ ജീവിതമാണ്. അവിടെ ഇന്നത്തെ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നുമല്ല അവിടുത്തെ ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. ഇന്ന് ഈ ലോകത്ത് അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പട്ടിണിയും സമാധാനമില്ലാഴികയും രോഗങ്ങളും കുഞ്ഞുങ്ങളെ തിരിഞ്ഞു പോകുന്നു, ആ കാര്യമൊന്നും അല്ല നിത്യതയിൽ നമുക്കുള്ളത്. അപ്പൊ നമുക്ക് ആ നിത്യതയിൽ ഇന്ന് ഈ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ നിത്യതയിലാണ് നമ്മള്. അതിനെങ്ങനെ നമുക്ക് ആ നിത്യതയിൽ ജീവിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുവിനെ പറ്റിയുള്ള അറിവ് കൊണ്ട്, യേശു എന്താ നമ്മൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നത് എന്നുള്ള അറിവ് കൊണ്ട്. അറിവുള്ള വ്യക്തികളായിരിക്കും. അല്ലെങ്കിൽ ഇനിയും നമ്മളുടെ ഇൻഹെറിറ്റൻസ് നമ്മളെ കൊണ്ട് തന്നെ വേണ്ടെന്ന് വെപ്പിക്കാൻ വേണ്ടി അല്ലെ. ഹവ്വായനോട് അല്ലെ, ഈവിനോട് വന്ന് ദൈവം അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് അല്ലെ, എന്താ പറയണേ, ആ ട്രീയിൽ നിന്ന് പറിച്ച് തിന്നരുതെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് ഡൗട്ട് മനസ്സിലാക്കി ഇട്ടിട്ട് അല്ലെ അവള് വഴിതെറ്റി പോയതുപോലെ അല്ലെ നമ്മളെയും വഴിതെറ്റിക്കാൻ വേണ്ടി പിശാചുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ലോകത്തിൽ കാണുന്ന കാര്യങ്ങളൊന്നും അല്ല നമ്മുടെ ഇൻഹെറിറ്റൻസ്, നമ്മുടെ അവകാശം വേറെയാണ്. നമ്മുടെ അവകാശം വേറെയാണ്. നമ്മള് ദൈവത്തിന്റെ മക്കളാണെന്ന് മനസ്സിലായിരിക്കുക. അപ്പൊ അവകാശം വേറെ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ ക്രിസ്ത്യൻസ് ആണ്, നമുക്ക് സ്വത്തുക്കളോ വസ്തുക്കളോ ഒന്നും ഈ ലോകത്ത് പാടില്ല, നമ്മൾ കാരണം ഈ ലോകത്ത് നമ്മൾ പോകാനുള്ളവരല്ലേ, അങ്ങനെ അതുകൊണ്ട് നമ്മളുടെ ഇൻഹെറിറ്റൻസ് ഇവിടെയല്ല, നമ്മൾ ഈ ലോകത്തിലെ സിറ്റിസൺസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പറയുക ഒട്ടും എന്താ പറയുക പണം അങ്ങനെ ഉണ്ടാക്കാൻ താല്പര്യമില്ലാതിരിക്കുന്ന വ്യക്തികളെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ദൈവത്തിന്റെ രാജ്യം ഈ ലോകത്തില് വളരണമെങ്കിൽ അല്ലെ, ദൈവം തന്നെയാണ് ദൈവത്തിന്റെ രാജ്യത്തെ വളർത്തുന്നത്, അത് വാസ്തവം. പക്ഷെ ഒരു ചർച്ച നടക്കണമെങ്കിൽ, ദൈവത്തിന്റെ ബോഡിയായിട്ടുള്ള ചർച്ച നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഗോസ്പൽ നമുക്ക് സ്പ്രെഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പണം ഉണ്ടായേ പറ്റത്തുള്ളൂ അല്ലെ. ദൈവം തരും എന്ന് പറയും, പക്ഷെ ദൈവം എങ്ങനെയാണ് തരുന്നത്? നമ്മളെപ്പോലുള്ളവരെ കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് ദൈവം തരുന്നത് അല്ലെ. അപ്പൊ എന്നോട് ദൈവം ഒരു 500 രൂപ കൊടുക്കാൻ പറയുമ്പോൾ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതെനിക്ക് കൊടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ ദൈവം തരാൻ മനസ്സുള്ളവനാണ്, നമ്മൾ സ്വീകരിക്കാൻ മനസ്സുള്ളവരായിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ ഇല്ല അങ്ങനെയല്ല, ഞാൻ ഈ ലോകത്തിന്റെ പാട്ടാകത്തില്ല, ഞാൻ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിന്റെ പാട്ടായിട്ട് പോരും, അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മൾ ഇരിക്കരുത്. കാരണം വെച്ചാൽ പണമല്ല നമ്മൾ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത്, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ഹൃദയമാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത്. ഡേവിഡ് രാജാവായിരുന്നു അല്ലെ. എബ്രഹാം ഭയങ്കര പണക്കാരനായിരുന്നു എബ്രഹാം, പക്ഷെ അവരുടെ ഹൃദയം ദൈവത്തിലായിരുന്നുകൊണ്ട് അവര് ദൈവത്തിൽ നിന്ന് മാറിപ്പോയില്ല. അപ്പൊ പണമല്ല നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോകുന്നത്, നമ്മൾ മാറ്റിക്കൊണ്ട് പോകുന്നത് നമ്മുടെ ഹൃദയമാണ്. നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഇരിക്കും അല്ലെ. അപ്പോൾ ഈ ലോകത്ത് തന്നെ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതനുസരിച്ച് ഇവിടെ നമ്മൾ ജീവിക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഓരോ ദിവസം വരുന്നതിന് മുമ്പേ അത് കം ടു പാസ് അല്ലെ. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസവും അത് അങ്ങനെ തന്നെ ഭവിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ദൈവം നമ്മളെ പറ്റിയുള്ളത് എല്ലാം ആ ദിവസം എല്ലാം ദൈവത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിരുന്നു. അപ്പം ആ ദൈവത്തിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ദൈവത്തിന്റെ അറിവനുസരിച്ച് നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം. അപ്പൊ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഈ ലോകമല്ല നമ്മുടെ അവകാശത്തെ തീരുമാനിക്കുന്നത്, നമ്മുടെ അറിവായിരിക്കരുത് നമ്മുടെ അവകാശത്തെ തീരുമാനിക്കുന്നത്, ദൈവമാണ് നമ്മുടെ അവകാശത്തെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ അവകാശത്തിനുള്ള ഒരു ഗ്യാരണ്ടി ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡ്, ഒരു ഗ്യാരണ്ടി അല്ല, ഗ്യാരണ്ടി ആയിട്ട് ഹോളി സ്പിരിറ്റ് ഗോഡിനെ തന്നെ തന്നിരിക്കുന്നത്. അപ്പൊ ആ അവകാശം, ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന അവകാശം അല്ലെ, അത് സ്വീകരിച്ചുകൊണ്ട് ജീവിതം ജീവിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ദൈവത്തിന്
ഒരു പദ്ധതിയും പ്ലാനും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരായിരിക്കണം. അത് കഴിഞ്ഞ് ദൈവം സ്വർഗ്ഗത്തിൽ അല്ലെ യേശുവിന്റെ ഒപ്പം തിരിച്ച് ഈ ലോകത്തിലേക്ക് വന്ന് ഇവിടെ നമ്മൾ ഭരിക്കുമ്പോൾ ആ കാലത്ത് നമുക്ക് എന്തായിരിക്കണം എന്നുള്ള കാര്യം അതും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലുണ്ട്. അത് അന്ന് നമുക്ക് കിട്ടുമല്ലോ. അല്ലെ ഇവിടെ അങ്ങനെയല്ല. ഞാന് സഹിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിച്ചോളാം അല്ലെ, ദൈവത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടണമല്ലോ, അതാണല്ലോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ദൈവം തീരുമാനിച്ചപ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങനെ ആയിരിക്കും. ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, അത് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ദൈവം നമ്മൾക്ക് തരാൻ താല്പര്യമുണ്ട് അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അല്ലെ, അതിന് പക്ഷെ അനുഗ്രഹത്തിന്റെ പുറകെ ദൈവത്തിന്റെ പുറകെ പോകുന്ന വ്യക്തികളായിക്കൊണ്ട് അനുഗ്രഹത്തിനെയോ പവറിനെയോ പണത്തിനെയോ അതിനെപ്പറ്റി ഒന്നും താല്പര്യപ്പെടാതെ അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് മനസ്സ് ചായ, പക്ഷെ ദൈവത്തിലേക്ക് മാത്രം മനസ്സ് ചായകൊണ്ട്, പക്ഷെ എന്നാൽ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അത് പൂർണ്ണ മനസ്സോടുകൂടെ സ്വീകരിച്ചുകൊണ്ട് ഒരു ജീവിതം നമുക്ക് മുമ്പോട്ട് ജീവിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ഇൻഹെറിറ്റൻസ് യേശുക്രിസ്തു തന്നെയാണ്. അത് മനസ്സിലാക്കിയിരിക്കും. നമ്മള് യേശുവിന്റെ മക്കളാണ് അല്ലെ. നമ്മള് യേശുവിന്റെ മക്കളായി തീരാൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അവകാശം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ദൈവത്തിന് നമുക്ക് ഏത് രീതിയിലാണ് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള അതുപോലെ ഒരു ജീവിതം നമുക്ക് ജീവിക്കാം അല്ലെ. അപ്പൊ അവൻ തന്നെയാണ് നമ്മളുടെ അവകാശം അല്ലെ, അവൻ തന്നെയാണ് നമ്മുടെ അവകാശം എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ സാധാരണക്കാരായ മനുഷ്യരല്ല എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക അല്ലെ. നമ്മുടെ അവകാശം യേശുക്രിസ്തു ആണെങ്കിൽ, അവകാശം കിട്ടുന്ന മക്കൾക്കാണെങ്കിൽ നമ്മൾ മക്കളാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. സാധാരണക്കാരായി വെറുതെ ചർച്ചിൽ പോയി കൈകൊട്ടി 2 പാട്ട് പാടുന്ന അത് മാത്രം ചെയ്യുന്ന വ്യക്തികളല്ല നമ്മൾ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അവന്റെ DNA, അവന്റെ ജീനുകൾ ഉള്ളതാണ് നമ്മൾക്ക്. അവന്റെ DNA-യിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. അതാണ് നമ്മളുടെ DNA. നമ്മള് വ്യത്യസ്തരായ വ്യക്തികളാണ്. നമ്മള് ഈ ലോകത്തിന്റെ പാട്ടല്ല, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ദൈവത്തിൻ്റെതാണ്, ദൈവത്തെ പോലെയാണ്, യേശുക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കി തീർക്കുക എന്നുള്ളതാണ് പിതാവിന്റെ ആഗ്രഹം അല്ലെ. അതാണ് പിതാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ ദിവസം അവന്റെ ഇമേജിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഓരോ ദിവസം യേശുവിന്റെ ഇമേജിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണോ യേശു അതുപോലെ ആയിരിക്കണം നമ്മുടെ സ്വഭാവം, നമ്മുടെ വർത്തമാനങ്ങൾ, നമ്മുടെ ചിന്താഗതികൾ, നമ്മൾ മറ്റുള്ളവരോട് പെരുമാറുന്നത് എല്ലാം എങ്ങനെയായിരിക്കുന്നു, യേശു എങ്ങനെയായിരിക്കുന്നു അതുപോലെ തന്നെ ചെയ്യുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ. ഓരോ ദിവസം അവന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. യേശു എങ്ങനെ എത്രമാത്രം റിച്ച് ആയിരിക്കുന്നു അതുപോലെ തന്നെ റിച്ച് ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും നമ്മൾ അല്ലെ. കാരണം അതാണ് ദൈവത്തിന്റെ ആഗ്രഹം, നമ്മളെ പറ്റിയുള്ള ആഗ്രഹം. അതാണ് ദൈവം നമ്മളെപ്പറ്റി കരുതുന്നത് അല്ലെ. യേശുവിനെ പോലെ ആയിത്തീരും. എത്രമാത്രം അനുസരണയുള്ളവനാണ് യേശു ക്രിസ്തു അതുപോലെ തന്നെ അനുസരണമുള്ള വ്യക്തികളായിരിക്കും അല്ലെ. നമ്മള് ദൈവത്തിന്റെ രാജ്യത്തിന്റെ അംബാസഡേഴ്സ് ആണ്. അപ്പൊ അതുപോലെ ദൈവത്തിന്റെ മകനായ യേശു ക്രിസ്തുവിനെ പോലെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. യേശു ക്രിസ്തുവിന് അസുഖം വന്ന കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അല്ലെ. യേശു ക്രിസ്തുവിന് ജലദോഷം നമ്മൾ ഒരിക്കൽ പോലും ബൈബിള് വായിച്ചിട്ടില്ല. യേശു ക്രിസ്തുവിന് ക്യാൻസർ നമ്മൾ ഒരിക്കൽ പോലും ബൈബിള് വായിച്ചിട്ടില്ല അല്ലെ. കറക്റ്റാണ്, നമ്മുടെ ശരീരം പോവും അല്ലെ. ശരീരം പോയി കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് പുതിയ ശരീരം ആകാൻ നമുക്ക് സാധിക്കും. നമുക്ക് ഗ്ലോറിയസ് ആയിട്ടുള്ള ശരീരമാകാൻ പറ്റത്തില്ല. പക്ഷെ അത് ആ സമയത്ത് അല്ലെ, അതിനു മുമ്പ് നമ്മൾ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെ. ഒരിക്കൽ പോലും പറയാതിരിക്കുക അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ, അങ്ങനെ പറയാതിരിക്കുക. ദൈവത്തിന്റെ ഹിതം യേശുക്രിസ്തുവിനെ പോലെ നമ്മളെ ആക്കുക എന്നുള്ളത് എത്രയോ പേര് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്. എന്താ, ഇത് ദൈവത്തിന്റെ ഹിതമാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നുള്ളൂ, ദൈവത്തിന്റെ ഹിതമാണ്, ദൈവം എന്നെ നടത്തുന്ന വഴികൾ ഇതൊക്കെ അല്ല, ദൈവത്തിന് എന്നെപ്പറ്റി എന്തോ പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ എത്ര അസുഖങ്ങൾ കൊണ്ടുപോയി, അങ്ങനെയൊക്കെ അതൊന്നും അല്ല ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ. അതൊന്നും അല്ല ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റിയുള്ളത്. അപ്പൊ അപ്പോഴും നമ്മൾ മനസ്സിലാക്കി അതൊന്നുമല്ല ദൈവത്തിന്റെ ഹിതം നമ്മളെ പറ്റിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് യേശു ക്രിസ്തുവിനെ പോലെ ആകുന്ന വ്യക്തികളായിരിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പോ യേശുവിനെ പോലെ തന്നെ ആയിരിക്കാൻ അത് നമുക്ക് അതിനായിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അല്ലെ. അപ്പൊ നമ്മൾ അതിനായിട്ട് നമുക്ക് ജീവിക്കാം, അങ്ങനെ യേശുവിന്റെ വഴി കൂടെ നടക്കാം നമുക്ക് അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഹല്ലേലൂയ. അങ്ങനെ പോലെ ഞങ്ങളെ ആക്കി തീർക്കുക എന്നുള്ള അങ്ങയുടെ ആഗ്രഹം, അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ തന്നെ കർത്താവ് ക്രമപ്പെടുത്തട്ടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഞങ്ങള് വേർപാട് പാലിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ഈ ലോകത്തിന്റെ പാട്ടാകാതെ കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഏത് തരത്തിലുള്ള ജീവിതമാണോ വെച്ചിരിക്കുന്നത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ആ ജീവിതത്തെ തന്നെ ജീവിച്ച് തീർക്കൾക്ക് ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ ഗോഡ്. ഹല്ലേലൂയ മൈറ്റി ഗോഡ്. താങ്ക് യു സോ മച്ച് മാസ്റ്റർ ഗോഡ്. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു യേശുവിൻ നാമത്തിനാമേൻ. ഇത് കേട്ട ദൈവത്തിനാമത്തിനും മഹത്വം ഉണ്ടാകട്ടെ.